ഡ്രൈവിംഗ് ടെസ്റ്റുമായി ബന്ധപ്പെട്ട വിവാദ ഉത്തരവ് തിരുത്തും. പഴയ സർക്കുലറിൽ മാറ്റം വരുത്തി പുതിയ സർക്കുലർ ഇറക്കുമെന്ന് മോട്ടോർ വാഹന വകുപ്പ് അറിയിച്ചിട്ടുണ്ട്. ഡ്രൈവിംഗ് സ്കൂൾ അസോസിയേഷൻ അസിസ്റ്റന്റ് ട്രാൻസ്പോർട്ട് കമ്മീഷണറുമായിട്ട് നടത്തിയ ചർച്ചയിലാണ് തീരുമാനമായത്. വിവരങ്ങളുമായി ടിൻഡു ദാസ് ചെയ്യുന്നു. ടിൻഡു, ഈ സമരം അവസാനിപ്പിക്കാനുള്ളൊരു സാഹചര്യം ഒരുങ്ങി എന്നുള്ളതാണ്. കാരണം ഈ വിവാദ ഉത്തരവ് എന്ന് പറയുന്നത് എന്താണ് തിരുത്താൻ ഉദ്ദേശിക്കുന്നത്? ഒപ്പം തന്നെ പഴയ സർക്കുലറിൽ മാറ്റം വരുത്തി പുതിയ സർക്കുലർ ഇറക്കും എന്ന് പറയുന്നത് കൊണ്ടും ഉദ്ദേശിക്കുന്നത് എന്താണ്? ഏറ്റവും പുതിയ വിവരങ്ങൾ എന്താണ്? ഇതുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ എന്താണ് ടിൻഡു? ലക്ഷ്മി, ഈ ഡ്രൈവിംഗ് ടെസ്റ്റ് പരിശോധനയുമായി ബന്ധപ്പെട്ട സംസ്ഥാനത്ത് നടന്നുകൊണ്ടിരിക്കുന്ന സമരത്തിന്റെ അടിസ്ഥാനത്തിലാണ് അസിസ്റ്റന്റ് ട്രാൻസ്പോർട്ട് കമ്മീഷണർ ഈ ഓൾ കേരള ഡ്രൈവിംഗ് സ്കൂൾ അസോസിയേഷനുമായിട്ട് ചർച്ച നടത്തിയത്. ചർച്ചയിലാണ് ഇപ്പോൾ ഈ ഉത്തരവിൽ മാറ്റം വരുത്തിക്കൊണ്ട് പുതിയ ഉത്തരവ് ഇറക്കുമെന്ന് വിവരം നമുക്ക് അറിയാൻ സാധിക്കുന്നത്. സമഗ്രമായ മാറ്റം സാധ്യമല്ല. നിലവിലിപ്പോൾ ഉള്ള ഉത്തരവിൽ നിന്നും ഏറ്റവും ഡ്രൈവിംഗ് സ്കൂൾ അസോസിയേഷന് ഏറ്റവും ബാധകപരമായിട്ടുള്ള കാര്യങ്ങൾ മാത്രം ചിലതൊക്കെ മാറ്റിക്കൊണ്ട് പുതിയ സർക്കുലർ ഇറക്കുമെന്നാണ് ഉറപ്പ് നൽകിയിട്ടുള്ളത്. അസിസ്റ്റന്റ് ട്രാൻസ്പോർട്ട് കമ്മീഷണർ ഗതാഗത മന്ത്രിയുമായി ചർച്ച നടത്തിയതിനു ശേഷം ഇന്ന് വൈകുന്നേരത്തോടു കൂടി മാറ്റം വരുത്തിയ സർക്കുലർ പുറത്തിറക്കുമെന്നാണ് ഇപ്പോൾ ഓൾ കേരള ഡ്രൈവിംഗ് സ്കൂൾ അസോസിയേഷന് ഉറപ്പ് നൽകിയിട്ടുള്ളത്. ഇന്ന് ഉച്ചയ്ക്കായിരുന്നു ചർച്ച നടന്നത്. അസിസ്റ്റന്റ് മോട്ടോർ കമ്മീഷണറുടെ ഓഫീസിൽ വെച്ചായിരുന്നു ചർച്ചയിൽ പല വിഷയങ്ങളും ചർച്ചയിൽ വന്നെങ്കിലും ഏറ്റവും പ്രധാനപ്പെട്ട ഇവർക്ക് എന്താണ് ഏറ്റവും കൂടുതൽ ബാധകമാകുന്നത് ആ വിഷയം മാത്രം മാറ്റിക്കൊണ്ട് പുതിയ സർക്കുലർ ഇറക്കാമെന്നാണ് ഇപ്പോൾ അറിയിച്ചിട്ടുള്ളത്. ടിൻഡു, അങ്ങനെയാണെങ്കിൽ ഒരു ചർച്ച നടത്തിയിറങ്ങിയ CITU പ്രതിനിധികൾ ഒരുപക്ഷെ ഈ ചർച്ചയിൽ കാര്യമായി ഒരു പുരോഗതി ഒന്നും ഉണ്ടായില്ല എന്നുള്ളത് ആയിരുന്നല്ലോ അവർ ആ സമയത്ത് മുന്നോട്ട് വെച്ച വാദം. അങ്ങനെയാണെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ലഭിക്കുന്ന വിവരങ്ങൾ പ്രകാരം അവരുടെ പ്രതികരണം ലഭ്യമായിട്ടുണ്ടോ? ഈ പ്രതിഷേധക്കാരുടെ നിലവിലിപ്പോൾ പ്രതിഷേധക്കാരുടെ പ്രതികരണം കിട്ടിയിട്ടില്ല എങ്കിലും ഈ ചർച്ചയിൽ പങ്കെടുത്ത സംസ്ഥാന ജനറൽ സെക്രട്ടറി ഉൾപ്പെടെയുള്ള ആളുകളാണ് ഇത്തരത്തിലുള്ള വിവരം പുറത്തുവിട്ടിട്ടുള്ളത്. ഈ വിവാദ ഉത്തരവിൽ മാറ്റങ്ങൾ വരുത്തിക്കൊണ്ട് പുതിയ സർക്കുലർ ഇറക്കും. ആ സർക്കുലർ കണ്ടതിന് ശേഷം അതിൽ എന്തെങ്കിലും ഇവരെ ബാധിക്കുന്ന അല്ലെങ്കിൽ ഡ്രൈവിംഗ് സ്കൂളുകളെ ബാധിക്കുന്ന തരത്തിലുള്ള വിഷയങ്ങൾ ഉണ്ടാകുമോ എന്ന കാര്യങ്ങളൊക്കെ പിന്നീട് ചർച്ച ചെയ്തതിനു ശേഷമായിരിക്കും സമര പരിപാടികളിലേക്ക് മുന്നോട്ട് പോകണമോ എന്ന് ഉള്ള കാര്യം ആലോചിക്കേണ്ടത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇന്ന് ഈ വിവാദ സർക്കുലറുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതിയിൽ കേസ് നടക്കുന്ന സമയത്ത് സ്റ്റേ ഇല്ല എന്നാണ് അറിയാൻ സാധിച്ചത്. അതായത് മോട്ടോർ ഡ്രൈവിംഗ് സ്കൂളുകാർ മുന്നോട്ട് വയ്ക്കുന്ന കാര്യം എന്ന് പറയുന്നത് ഇവർക്ക് 15 വർഷം പഴക്കമുള്ള വാഹനം മാറ്റണം. അതോടൊപ്പം തന്നെ ക്യാമറ സംബന്ധിച്ച വിഷയങ്ങൾ, ഡാഷ്ബോർഡിൽ ക്യാമറ, ഒപ്പം തന്നെ ഗ്രൗണ്ട് സജ്ജമാക്കുക, ഇതൊന്നും സ്വന്തം പോക്കറ്റിൽ നിന്ന് പൈസ എടുത്ത് ചെയ്യാൻ സാധിക്കില്ല എന്നുള്ളതാണ് ഈ ഡ്രൈവിംഗ് സ്കൂൾ ഉടമകൾ മുന്നോട്ട് വെച്ച കാര്യം. സർക്കുലർ റദ്ദാക്കണം എന്നുള്ളൊരു ആവശ്യം ഹൈക്കോടതി തള്ളിയൊരു സാഹചര്യമുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ പണച്ചിലവ്, തങ്ങളുടെ ഭാഗത്തുനിന്ന് പണച്ചിലവ് ഉണ്ടാകുന്ന നിർദ്ദേശങ്ങൾ അത് മാറ്റണം എന്നുള്ളതായിരുന്നല്ലേ? ഈ പുതിയ സർക്കുലറിൽ അത് ഉണ്ടാകുമോ എന്നായിരിക്കും അവർ നോക്കിക്കാണുന്നത്, അല്ലേ? തീർച്ചയായിട്ടും ഈ ധനപരമായിട്ടുള്ള കാര്യങ്ങൾ, അതായത് പണച്ചിലവ് ഉണ്ടാവുന്ന കാര്യങ്ങൾ, ഈ വിഷയങ്ങളിലേക്ക് ആയിരിക്കണം ഇന്ന് ചർച്ച നടത്തുന്നത്. ചർച്ചയിൽ ഇത്തരം വിഷയങ്ങളെല്ലാം വന്നിട്ടുണ്ട്. അപ്പോൾ ഈ മോട്ടോർ ഡ്രൈവിംഗ് സ്കൂളുകാർ ഇതിൽ നിന്ന്, അതായത് നിലവിലെ സമര പരിപാടികളിൽ നിന്ന് താൽക്കാലികമായിട്ടെങ്കിലും പിന്മാറാനായിട്ടുള്ള രീതിയിലുള്ള സർക്കുലറായിരിക്കും പുതിയ സർക്കുലറിലൂടെ നമുക്ക് അറിയാൻ സാധിക്കും. എന്തായാലും വിവാദമായിട്ടുള്ള ഉത്തരവ് പിൻവലിക്കുമെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. പുതിയ സർക്കുലറുകൾക്കും ഗതാഗത മന്ത്രിയുമായിട്ടുള്ള ട്രാൻസ്പോർട്ട് കമ്മീഷണർ ചർച്ച നടത്തിയതിനു ശേഷമായിരിക്കും തീരുമാനം. ഇന്ന് വൈകുന്നേരത്തോടു കൂടി പുതിയ സർക്കുലർ ഈ അസോസിയേഷനുകൾക്ക് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള സംഘടനകൾക്ക് കൈമാറുമെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ അനിശ്ചിതകാലത്തേക്ക് പ്രഖ്യാപിച്ചിരിക്കുന്ന സമരത്തിൽ നിന്നും പിന്മാറാനാണ് സാധ്യത. ഡാഷ്ബോർഡിൽ ക്യാമറ ഘടിപ്പിക്കുക, ഒരു ദിവസം നടത്തുന്ന ടെസ്റ്റുകളുടെ എണ്ണം നിജപ്പെടുത്തുക, ഒപ്പം തന്നെ ഗ്രൗണ്ട് പരിഷ്കരണം തുടങ്ങി തങ്ങളുടെ ഭാഗത്തുനിന്ന് പണച്ചിലവ് വരുന്ന കാര്യങ്ങൾ അംഗീകരിക്കാൻ സാധിക്കില്ല എന്നായിരുന്നു ഡ്രൈവിംഗ് സ്കൂൾ ഉടമകൾ പറഞ്ഞിരുന്നത്. എന്തായാലും ഇന്ന് അസിസ്റ്റന്റ് കമ്മീഷണറുമായി, ട്രാൻസ്പോർട്ട് കമ്മീഷണറുമായി നടത്തിയ ചർച്ചയിൽ തീരുമാനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പഴയ സർക്കുലറിൽ മാറ്റം വരുത്തി പുതിയ സർക്കുലർ ഇറങ്ങുമെന്നാണ് പറയുന്നത്. അതിൽ തങ്ങൾക്ക് അനുകൂലമായ കാര്യങ്ങൾ ഉണ്ടാകുമോ എന്നുള്ളതാണ് ഇനി ഡ്രൈവിംഗ് സ്കൂൾ ഉടമകൾ, ഈ പ്രതിഷേധക്കാർ നോക്കി കാണുന്നത്.